അസ്സലാമലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. പതിവ് പോലെ ഒരു ചിക്കനൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് നമുക്കിന്ന് ബീഫ് കൊണ്ടൊരു കബാബ് ഉണ്ടാക്കാം. കബാബ് ഉണ്ടാക്കുന്ന ടൂൾസ് ഒന്നും നമ്മളെ കയ്യിലില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കബാബ് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ഉള്ളി ഒരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത ഉള്ളിയുടെ വെള്ളം മുഴുവൻ നമുക്കൊരു തുണി വെച്ചിട്ട് ഊറ്റി മാറ്റണം. ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ കബാബ് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ജലാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സ്റ്റിക്കായി കിട്ടാൻ കുറച്ച് പണിയാവും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം വെള്ളം ഒഴിവാക്കിയിട്ട്, അതായത് നമ്മുടെ ഉള്ളിയിൽ നിന്നൊക്കെ ഇതേപോലെ നന്നായിട്ട് പിഴിഞ്ഞു മാറ്റാം. അടുത്തതായിട്ട് ഒരു 500 ഗ്രാം ബോൺലെസ് ബീഫ് എടുക്കണം. അത് കഴുകി വൃത്തിയാക്കി അത് ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഏകദേശം ഒരു 8 മണിക്കൂറോളം ഞാൻ ഇത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഇതിലെ മുഴുവൻ വെള്ളവും നമുക്ക് പോയി കിട്ടണമായിരുന്നു. ഇനി ഒരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മളെ ബീഫ് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കണം. ഇതേപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 3 പച്ചമുളകും, ഒരു 30 ഗ്രാമോളം മല്ലിച്ചപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് ഫസ്റ്റിൽ നമ്മൾ ഡ്രൈ ആകാൻ വെച്ച ഉള്ളിയില്ലേ, അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരം ഗീയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നല്ലൊരു നെയ്യ് കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, നമ്മൾ ഇതിലേക്ക് വെള്ളത്തിൻ്റെ അംശം ആഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നിങ്ങളുടെ കയ്യിൽ കബാബിൻ്റെ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഇനി അതൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത പോലെ ഒരു 3 ഈർക്കിൾ എടുത്തിട്ട് ഇതേപോലെ 2 വശത്തും നൂല് കൊണ്ടൊന്ന് ചുറ്റി കൊടുത്തിട്ട് കെട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു സ്റ്റിക്കായിട്ട് കിട്ടും. ഇനി ഇതിലാണ് നമ്മൾ കബാബ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ അരച്ചു വെച്ച കബാബിൽ നിന്ന് ഒരു പോർഷൻ എടുക്കുക. ഏകദേശം ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് എടുക്കുക. എന്നിട്ട് നമ്മുടെ സ്റ്റിക്കിലേക്ക് ഇതേപോലെ വെച്ചു കൊടുക്കുക. എന്നിട്ട് റൗണ്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഏതൊക്കെ ഷേപ്പിലാണോ ഇത് കിട്ടുക എന്ന് വെച്ചാൽ ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് ഇതാക്കിയെടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുഴുവനും ഇതേപോലെ സ്റ്റിക്കിലാക്കിയെടുക്കാം. ഇനി നമുക്കൊരു ഡിസൈനൊക്കെ കൊടുക്കാം, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇതേപോലെ കത്തി വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒതൻറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല കണലിൽ വെച്ച് ചുട്ടെടുക്കലാണ്. പക്ഷേ ഇവിടെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം നമുക്കൊരു പാനിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കബാബ് സ്റ്റിക്കും ഫുൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ശേഷം അതിൻ്റെ മേലേക്ക് ഒന്നുകൂടി ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ദെൻ ഓരോ 10 മിനിറ്റിന് ശേഷം ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കുക. ഇതേപോലെ 4 ഭാഗവും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഓരോന്നോരോന്നായി നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കബാബ് ഇവിടെ റെഡിയായി. ഇനി റെസ്റ്റോറൻറ്റുകളിൽ പോയി സമയം കളയാണ്ട് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്ക്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു റെസിപ്പി തപ്പിപ്പിടിച്ച് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ ഫ്രം കോയാസ് റെസിപ്പി.